Good morning. This video is not about the protest or the cause or not even about the leaders or the young men who participated. നമ്മൾ ആണുങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. നമ്മളവിടെ കണ്ടു റോട്ടിൽ മോദിജിയുടെ പടം വരച്ച് വെച്ചിട്ട് അതിന് ഓറലി ഗ്യാങ് റേപ്പ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടു. വളരെ കോർഡിനേറ്റഡ് ആയിട്ട് നല്ല പ്രാക്ടീസ് ഉള്ള പോലെയാണ് അവരത് ചെയ്യുന്നത് സിംബോളിക്കലി. അപ്പം അവരുടെ ബയോളജിക്കൽ ഇൻസ്റ്റിങ്ക്റ്റ് കിക്കിൻ ചെയ്തതാണ്. എന്ത് ഇമോഷൻസും സിബഴിച്ച് പ്രകടിപ്പിക്കുന്നവരിൽ നിന്ന് കൂടുതലും പ്രതീക്ഷിക്കാറില്ല. നോട്ട് ഓൾ മെൻ ബട്ട് ഓൾവേസ് സം മെൻ. സോ അതിൽ വലിയ കാര്യമില്ല. എനിക്ക് അവിടുത്തെ ചില പെൺകുട്ടികളുടെ മൈൻഡ് സെറ്റ് സൈക്കോളജിയാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിൽ ചില കുട്ടികളുടെ കയ്യിലെ പ്രൊട്ടസ്റ്റിൽ പോസ്റ്റേഴ്സിൽ മോദിജി വാസ് പോർട്രേറ്റ് ആസ് എ വുമൺ. ഒരു ബ്രസ്റ്റ് ഉണ്ടായിരുന്നു, ബ്രാ ഉണ്ടായിരുന്നു, ചിലതിൽ ലിപ്സ്റ്റിക് ഉണ്ട്, ചിലതിൽ സാരി പിടിപ്പിച്ചിട്ടുണ്ട്. വിമൺ ആവുക എന്നുള്ളത് ഒരു ഇൻസൾട്ടായത് എന്താണ്? അതായത് ഒരു കഴുതയായിട്ടോ കുറങ്ങനായിട്ടോ ഒക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ നമ്മൾ പോർട്രേറ്റ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഒരു സ്ത്രീയായിട്ട് പോർട്രേറ്റ് ചെയ്യുന്നത് ഒരു ഇൻസൾട്ടാണോ? അവരുടെ പോയിന്റ് എന്തായിരുന്നു? അവർ പ്രധാനമന്ത്രി വീക്കാണ്, അൺപ്രൊഡക്റ്റീവാണ്. അപ്പോൾ അത് പെണ്ണായതുകൊണ്ടാണോ? എന്താണ് ആ പെൺകുട്ടികൾ മീൻ ചെയ്തത്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. സെക്കൻഡ്, ഒരു മഞ്ഞ ടോപ്പിട്ട് ഒരു പെൺകുട്ടിയുടെ വീഡിയോ ഭയങ്കര വൈറലായിട്ട് പോകുന്നുണ്ട്. ഷി വാസ് സെയിങ് ദാറ്റ് പ്രധാനമന്ത്രി को पीरियड्स हो रहा है इसलिए वो बाहर नहीं निकलता, बाहर निकला तो प्रेग्नेंट हो जाएगा. Seriously, with a body which menstruate, with a womb which can get pregnant, she is saying that. വാട്ട് വാസ് ഷി തിങ്കിങ്? എനിക്കത് മനസ്സിലായില്ല. അതായത് ഈ പീരിയഡ്സ് ഉള്ളതുകൊണ്ടോ PMS ഉള്ളതുകൊണ്ടോ പ്രഗ്നൻ്റ് ആവുന്നുള്ള പേടിയുണ്ടോ സ്ത്രീകൾ, ലൈക്ക് അതുകൊണ്ടാണോ ഈ പ്രധാനമന്ത്രി വീക്കായതോ അല്ലെങ്കിൽ അവരാവശ്യങ്ങൾ അംഗീകരിക്കാത്തതോ അൺപ്രൊഡക്റ്റീവ് ആയതോ? എന്തായിരുന്നു അവിടെ ആ പോയിന്റ് എന്തായിരുന്നു? പിന്നെ ഒരു വിഭാഗം, അതിലൊരു രുചിക സിംഗ് ഇസ് ഗെറ്റിംഗ് വെരി ഫേമസ് നൗ. ദേ വർ ഡ്രാഗിങ് another woman leader of a foreign country into this protest. അതും സെക്ഷൽ A-rated ജോക്സ് പറഞ്ഞുണ്ട്. ദിസ് രുചിക സിംഗ് ക്ലിയർലി സെഡ് ദാറ്റ് മോദിജി മെലോനിക്ക് ഡാഷ് സെനിക്ലോ. അതുമാത്രമല്ല, അനദർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പാല് മിൽക്ക് സെർവ് ചെയ്യാണ്. ദേ വർ സെയിങ് ദാറ്റ് മെലോഡി ബാബിക്ക് ദൂത് പിയോ. ദേ വർ സെർവിങ് മിൽക്ക്. പിന്നെ നെക്സ്റ്റ് ഒരു വിഭാഗം അശ്ലീല ആംഗ്യങ്ങളാണ് ഈ ഇത് കാണിച്ചത്. ദേ ആർ ഗോയിങ് ത്രൂ ഹണിമൂൺ പീരിയഡ്. 78 വയസ്സുള്ള ഒരു വൃദ്ധനെയും ഒരു ലോക നേതാവായ ഒരു സ്ത്രീയെയും വെച്ചിട്ടാണ് ഈ സെക്ഷൽ A-rated ഗ്രൂപ്പ് ജോക്സ് പറഞ്ഞിരുന്നത്. സ്ത്രീകൾ, ജെൻസി യങ് വിമൻ ഹു പ്രൊട്ടസ്റ്റഡ്. രാഷ്ട്രീയം തീണ്ടാപ്പാടകലെ നിർത്തിയിട്ടുള്ള സ്ത്രീകളിൽ നിന്ന് ഈ വിരലിൽ ഉണ്ടാകുന്ന അത്ര പേര് പോലും ഈ ലോക നേതാക്കളുടെ പട്ടികയിലില്ല. അതിൽ 17 വയസ്സോട്ട് രാഷ്ട്രീയത്തിലെത്തി അവിടുന്ന് ജോലിയും ഒപ്പം പൊളിറ്റിക്സും കൊണ്ട് നടന്ന് ഇറ്റലി പോലൊരു രാജ്യത്തിൻ്റെ പ്രധാന സ്ഥാനം വഹിക്കുന്ന നേതാവാണ് മെലനി എന്ന ഒരു സ്ത്രീ ഒരു മോദിജി സപ്പോർട്ടറാണ് എന്നതുകൊണ്ട് അവരെക്കുറിച്ച് A-rated സെക്ഷൽ ജോക്സ്, അതും കേട്ടാലറയ്ക്കുന്ന ജോക്സ്, ഒരു തെരുവിൽ നിന്ന് ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു തെരുവിൽ നിന്ന് വിളിച്ച് പറയുന്ന പെൺകുട്ടികൾ. അതിനപ്പുറം വന്നത് പിന്നെ ബഹൻചൂത്, മദർചൂത്, അതിചൂത്, ഇതിചൂത് അബൌട്ട് മോദീസ് മദർ ഓർ വിമൻ, എല്ലാം കമ്മിങ് ഫ്രം വിമൻ. ഒരു സ്ത്രീ ലിംഗം വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ തെരുകൾ ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ പോസ്റ്റിൻ്റെ ഇടയിൽ വെല്ലുവിളിക്കാൻ വേണ്ടി എഴുതിയിരുന്നു, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പിള്ളേർ മോദിജിയെ പറ്റി മെഴുകി വെക്കണത് കണ്ടുവന്ന്. ഞാനൊന്നും അപ്പം കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഞാൻ അതൊക്കെ കാണുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ മോള് ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐഡിയോളജിക്ക് എതിരായിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കുകയാണ് പിണറായി വിജയനെ കുറിച്ച് ഈ വക വർത്താനം, ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ പെടുന്ന ഒരു വർത്താനം ആണ് പബ്ലിക്കലി പ്രൊട്ടസ്റ്റ് എന്ന പേരിലോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ എതിർപ്പിൻ്റെ പേരിലോ പറയുന്നതെങ്കിൽ ഒന്നുകിൽ കൈകാലം തല്ലി ഒടിച്ച് ഞാൻ റൂമിൻ്റെ ഇട്ട് കഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഐ ഡിസോൺ ഹെർ. അത്രയെങ്കിലും എനിക്ക് ചെയ്യാം. ബിക്കോസ് അവൾ പറയുന്ന വർത്താനം ആരെയാണോ പറയുന്നത് അവരെയല്ല റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എന്നെയാണ്, എൻ്റെ ഫാമിലിയുടെ കൾച്ചറിനെയാണ്, എൻ്റെ വളർപ്പിനെയാണ്. ഐ ആസ് എ മദർ ഇസ് ഫെയിൽഡ് ഇഫ് മൈ ഡോട്ടർ ടോക്സ് ലൈക്ക് ദാറ്റ്. നോട്ട് ഇവൻ സൺ, ഞാൻ സണ്ണിനെ കുറിച്ച് പോലും പറയില്ല. ഇഫ് മൈ ഡോട്ടർ ടോക്ക് ലൈക്ക് ദാറ്റ്. ബിക്കോസ് വിമൻ കൾച്ചറലി വളരെ ഉന്നതിയിൽ നിൽക്കുന്ന സ്പീഷീസ് ആണെന്ന് പഠിപ്പിച്ച് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. സോ ആ സുഹൃത്തിനോടാണ് ഞാൻ പറയുന്നത്. അതൊരു വെല്ലുവിളിയായിട്ട്, ഒരു പ്രതികാരമായിട്ടുള്ള വളരെ വലിയൊരു തോൽവിയായിട്ട്, ജെൻസി കിഡ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഈ പ്രൊട്ടസ്റ്റിൽ ഏറ്റവും വലിയ തോൽവിയായിട്ടാണ് എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ. നോട്ട് ഈവൻ ദ അബ്യൂസസ്, വിമൻ കൺസിഡറിങ് വിമൻ ആസ് എൻ ഇൻസൾട്ട്. അതായത് ഒരാളെ അപമാനിക്കാൻ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി സ്ത്രീ എന്ന സ്പീഷീസിനെ എടുത്തുകൊണ്ടുവരുന്ന 10, 20, 25 വയസ്സായ പെൺകുട്ടികൾ, വാട്ട് വർ ദേ തിങ്കിങ്? ഞങ്ങളെപ്പോലെയുള്ള അമ്മമാർ, അതായത് ഞങ്ങളുടെ മുന്നിലുള്ള ജനറേഷൻ ഈ മിസോജിനിയും പാട്രിയാർക്കിയും ഒക്കെ അറിയാണ്ട് ജീവിച്ചു പോയി. ഞങ്ങൾക്കത് തിരിച്ചറിഞ്ഞു, പക്ഷേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വി ആർ ട്രാപ്ഡ് ഇൻസൈഡ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ. പക്ഷേ ഞങ്ങൾ ഇത് അടുത്ത തലമുറയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ ലോകത്തിനോടും ഫാമിലിയോടും മുഴുവൻ സൊസൈറ്റിയോടും പടവെട്ടിക്കൊണ്ടാണ് ഈ പെൺകുട്ടികളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് യൂസ് ചെയ്തിട്ട് ഈ കുട്ടികൾ നേരെ പിന്നെയും പോയി മിസോജിനിയുടെ അല്ലെങ്കിൽ പാട്രിയാർക്കിയുടെ കാലിനിടയിൽ തല തിരികെ വെച്ചിട്ടാണ് ഇപ്പം അവരുടെ ചിന്താ പ്രോസസ്സ് പോകുന്നതെന്നുള്ളത് ഇസ് എ ഷോക്കിംഗ് ഫാക്ട്. ഈ പ്രൊട്ടസ്റ്റ് അനുകൂലിയായ, വളരെയധികം അനുകൂലിക്കുന്ന എൻ്റെ മകളോട് ഞാനത് അയച്ചു കൊടുത്ത് ചോദിച്ചു, വാട്ട് യു തിങ്ക്? ആൻഡ് ഷി വാസ് ലൈക്ക് ഇറ്റ് വാസ് വെരി അൺഫോർച്ചുനേറ്റ്. അതിൽ ട്രാൻസ്ഫോബിക് കമൻസ് ഉണ്ടായിരുന്നു, അതിൽ ഡെഫ്, ഡംബ്, ബ്ലൈൻഡ് എന്നൊക്കെ വിളിച്ചിട്ടുള്ള ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ പരിഹസിക്കുന്നുണ്ടായിരുന്നു, വിച്ച് ഇസ് വെരി അൺഫോർച്ചുനേറ്റ് ആൻഡ് നോട്ട് ഫോർ ദ കോസ്. അത് എനിക്ക് ഭയങ്കരമായിട്ടൊരു ആശ്വാസം തന്നു. ഐ വിൻ ആസ് എ പാരൻറ്റ്. അവളുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി ഓർ വാട്ട് എവർ ഷീ തിങ്സ് ഓർ എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇറ്റ്സ് ഓൾ ഹർ ഫ്രീഡം. പക്ഷേ ഹൗ ഷീ പോർട്രേസ് ഇറ്റ് റെപ്രസെൻറ്റ്സ് മീ. അവിടെ ആസ് എ പാരൻറ്റ് ഞാൻ ജയിച്ചോ തോറ്റോ എന്നുള്ളത് അവളുടെ റെസ്പോൺസ് പോലെ ഇരിക്കും, അവളുടെ വായിൽ നിന്ന് വരുന്ന വർത്താനം പോലെ ഇരിക്കും. അറ്റ്ലീസ്റ്റ് വുമൺ. ഞാൻ എന്തുകൊണ്ടാണ് വിമൻ, അപ്പം മെന്നിനായിക്കൂടെ, ഡോണ്ട് സ്റ്റൂപ്പ് ടു ദ ലെവൽ. ഞാൻ അതാ പറയണേ, മെന്നിനാവുന്നുണ്ടല്ലോ. അപ്പോൾ വിമണിനെ മാത്രം ഡു നോട്ട് സ്റ്റൂപ്പ് ടു ദ ലെവൽ. വോളിൻ്റെ മേൽ
കണ്ണി കണ്ട മതിലിൻ്റെ മേലെ ഒന്ന് കടിക്കുക, കള്ളും കഞ്ചാവ് അടിച്ച് റോട്ടിലടിക്കുക. നോ, ഡു നോട്ട് സ്റ്റൂപ്പ് ടു ദ ലെവൽ. ഈ വഴിയിൽ വെച്ച് റോട്ടിൽ ഒരാളുടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഗ്യാങ് റേപ്പ് ചെയ്ത് കളിച്ച ആൾക്കാരെക്കാൾ ഒട്ടും വ്യത്യസ്തമല്ല ദ വിമൻ ഹു പാർട്ടിസിപ്പേറ്റഡ് ലൈക്ക് ദിസ്. അറ്റ്ലീസ്റ്റ് ദേ വർ ഡൂയിങ് ദാറ്റ്. അതായത് ഈ ആണുങ്ങൾ ചെയ്തിരുന്നത് അവരുടെ മെസ്കുലിനിറ്റിനെ ഒന്നും കൂടിയും പോർട്രേ ചെയ്ത് കാണിക്കുകയായിരുന്നു ഈ ഒരു പ്രോസസ്സിലൂടെ. കാരണം റേപ്പ് ഇസ് ദ അൾട്ടിമേറ്റ് ശിക്ഷ ഫോർ എവറിത്തിങ്. അവരുടെ മെസ്കുലിനിറ്റിനെ അവർ വിട്ടുകൊടുത്തില്ല. പക്ഷേ ദ വിമൻ അവരെ തന്നെ ഒരു ഇൻസൾട്ടായിട്ട് പോസ്റ്റേഴ്സ് കൈപ്പിടിച്ചിട്ട് ദേ ആർ 20 or 25 years ഓൾഡ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി തിരുത്തി ജീവിക്കുന്ന ജനറേഷനാണ് ഇത് എന്ന് വിചാരിച്ച് ഭയങ്കര റെസ്പെക്റ്റോടെ കണ്ടിരുന്ന ആളാണ് ഞാൻ. സോ ഐ എം ടോക്കിംഗ് ടു ദ വിമൻ ഹു ആർ റേസിങ് യങ് ഗേൾസ്. നിങ്ങളുടെ മക്കളുടെ ഐഡിയോളജി എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് പൊളിറ്റിക്കൽ ആരോടെ അഗേൻസ്റ്റ് ആയിക്കോട്ടെ, എന്ത് തന്നെ അവർക്ക് അവരുടെ കൺസെപ്റ്റ്സ് ആയിക്കോട്ടെ, വായിൽ നിന്ന് വരുന്ന വർത്താനം റെപ്രസെൻറ്റ്സ് ആർ കൾച്ചർ, നമ്മുടെ വളർപ്പ്. ആസ് എ വിമൻ വി ഫെയിൽ ദെയർ. നമ്മുടെ പെൺകുട്ടികൾ വീണ്ടും ഈ മിസോജിനിയുടെയും പാട്രിയാർക്കിയുടെയും കാലിൻ്റെ ഇടയിൽ തല വെച്ച് കൊടുക്കാവുന്ന രീതിയിലാണ് വളരുന്നതെങ്കിൽ, അവരുടെ വായിൽ നിന്ന് വർത്താനം വരുന്നതെങ്കിൽ വി ആർ ഫെയിലിംഗ് ആസ് പേരൻസ്. അപ്പോൾ ഡോണ്ട് ലെറ്റ് ദാറ്റ് ഹാപ്പൻ. നമ്മൾ പെൺകുട്ടികൾക്ക് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നേടിക്കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ഫ്രീഡം ഇതല്ല. നോട്ട് ദിസ്.